ചെയ്ത ആളുടെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റി. കാരണം എന്റെ PG യുടെ ഗൈഡാണ് സാർ. സാറിന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഞാൻ ഭയങ്കര ബഹുമാനത്തോടുകൂടി കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ സാറിന്റെ കൂടെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സാറ് പറഞ്ഞു, എബി ഞാൻ ഈ തേങ്ങ പൊതിക്കുക എന്നുള്ളൊരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുന്നത് ദാറ്റ് വാസ് 1994 94 ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇതിനു മുമ്പ് എങ്ങനെ തേങ്ങ പൊതിച്ചുകൊണ്ടിരുന്നത് ആർക്കെന്ന് പറയും? ഈ ഒരു ടൂള് വരുന്നതിന് മുമ്പ് പാത്രത്തെ യൂസ് ചെയ്യുകയായിരുന്നു. വേറെ എന്തെങ്കിലും മെത്തേഡ് കമ്പിപ്പാല എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് വെച്ച് നമ്മൾ തേങ്ങ പൊതിക്കുമായിരുന്നു. വേറെ എന്തെങ്കിലും മെത്തേഡ് ആർക്കെങ്കിലും പറയും? കേട്ടില്ല. വേറെ എന്തെങ്കിലും മെത്തേഡ് തേങ്ങ പൊതിക്കാൻ വേണ്ടി? എന്റെ വീട്ടിലെ അമ്മ കോടാലി വെച്ചാണ് തേങ്ങ പൊതിച്ചുകൊണ്ടിരുന്നത്. കോടാലി എന്ന് പറഞ്ഞാൽ വെട്ടിപ്പൊളിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ഈ കോടാലിയുടെ അറ്റം പിടിക്കും. ഈ അറ്റം പിടിച്ചിട്ട് നമ്മൾ ഈ തേങ്ങ താഴ്ത്തു വെക്കും. താഴ്ത്തു വെച്ചിട്ട് ഇങ്ങനെ കുത്തി കുതിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ആ സമയത്ത് 2-ലോ 3-ലോ ഒക്കെ ആയിരിക്കും. നമ്മളിത് കാണുന്ന സമയത്ത് നമുക്ക് പേടിയാവും. കാരണം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്കിപ്പായി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്കാണ് കൊള്ളുന്നത്. അല്ലെങ്കിൽ എന്റെ അപ്പൻ തേങ്ങ പൊതിച്ചുകൊണ്ടിട്ട് മാക്കത്ത് വെച്ചാണ്. കാരണം പപ്പയ്ക്ക് കോടാലി വെച്ച് അറിയില്ല. അപ്പോൾ ഈ കോടാലി നമ്മൾ തേങ്ങ ഇങ്ങനെ പിടിച്ചിട്ടാണ് വെട്ടുന്നത്. അപ്പൊ ഇത്രയും റിസ്ക് ആയിട്ടുള്ള ഒരു ജോബ് പണ്ട് ചെയ്തുകൊണ്ടിരുന്നിരുന്നു. ദാറ്റ് വാസ് എ പ്രോബ്ലം. ആ പ്രോബ്ലം സാർ എന്നോട് പറയുന്നത് ഐഡന്റിഫൈ ചെയ്യുന്നത് ദാറ്റ് വാസ് 1994. അതിന് മുമ്പ് ആ പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷെ സാർ ഐഡന്റിഫൈ ചെയ്തത് 94-ലാണ്. 94 സാർ ഈ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, എബി 94 ഐഡന്റിഫൈ ചെയ്തു. പിന്നെ കുറെ നാൾ വർക്ക് ചെയ്തു. അങ്ങനെ 95-ന്റെ അവസാനമാണ് സാർ ഇത് ടൂള് നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന ടൂള് പാറ്റേണിൽ അപ്ലൈ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഞാനിത് ചുമ്മാ ഞാൻ നിങ്ങളെ പോലെ സ്റ്റുഡൻ്റാണ്, PG സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാനപ്പോൾ ഇങ്ങനെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തു. 94-ന്റെ തുടക്കം, 95-ന്റെ അവസാനം, 2 കൊല്ലം. ഈ സിമ്പിൾ ആയിട്ടുള്ള നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ ഒരു ലിവറും അല്ലാതെ അതിനകത്ത് ഒന്നുമില്ല. ഈ സിമ്പിൾ ആയിട്ടുള്ള ടൂൾ കണ്ടുപിടിക്കാൻ വേണ്ടി സാർ എന്തിനാ 1.5 കൊല്ലം എടുത്തത്? അതായിരുന്നു എന്റെ മനസ്സിലേക്ക് വന്ന ആദ്യത്തെ ചിന്ത. ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലായിരുന്നു. അതായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ എന്റെ PG എന്ന് പറയുന്നത് മെക്കനൈസ്ഡ് ആയിട്ടുള്ള ഒരു തേങ്ങ പൊതിക്കുന്ന മെഷീനായിരുന്നു. അപ്പോൾ സാറിന്റെ കൂടെ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം എന്തോ റിപ്പോർട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ റിപ്പോർട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സാറിന്റെ സിസ്റ്റത്തിൽ സാർ എന്നെ ഒരു ഫോട്ടോ കാണിച്ചു. ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 94-ല് ഞാൻ ചോദിച്ചു ഇത് എന്ത് ഫോട്ടോയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സാറേ എബി ഇത് ഞാൻ ഈ തേങ്ങ പൊതിക്കുക എന്നുള്ള പ്രോബ്ലത്തിന് വേണ്ടി ആദ്യം കണ്ടുപിടിച്ച മെഷീന്റെ ഫോട്ടോയാണ് എന്ന് എന്നോട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അത് ഡിജിറ്റൽ ക്യാമറയല്ല, ഫിലിം ക്യാമറയാണ്. ഫിലിം ക്യാമറയിൽ ഫോട്ടോ എടുത്തിട്ട് സാർ പോകാതിരിക്കാൻ വേണ്ടി സ്കാൻ ചെയ്ത് സാറിന്റെ സിസ്റ്റത്തിൽ വെച്ചേക്കുക. അപ്പോൾ ഞാൻ എന്റെ വർക്കിംഗ് ഒക്കെ പറഞ്ഞു തന്നു. അടിപൊളിയായിട്ട് അത് വെച്ച് തേങ്ങ പൊതിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ പിന്നെ എന്താ ഈ ഒരു മെഷീൻ സാർ മാർക്കറ്റിൽ ഇറക്കാത്തത് എന്ന് ഞാൻ സാറിനോട് ചോദിച്ചു. അപ്പോൾ സാർ പറഞ്ഞൊരു മറുപടി ഉണ്ട്, എബി ഞാൻ ഈ തേങ്ങ പൊതിക്കുക എന്നുള്ളൊരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു. അതിന് എബി ഇപ്പൊ കാണുന്ന ഈ സൊല്യൂഷൻ മുമ്പ് ഏകദേശം ഒരു 9ഓളം സൊല്യൂഷൻസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷനാണ് നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്റെ ജീവിതത്തിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ് ആ ഒരു ഇൻസൈറ്റ് എന്നുള്ളത്. കാരണം നമ്മുടെ ചുറ്റുപാടും ഇതേപോലത്തെ 100 കണക്കിന് പ്രോബ്ലം ഉണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കുറേ സൊല്യൂഷൻസ് നിങ്ങൾക്ക് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ആരാണോ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സൊല്യൂഷൻ പ്രപ്പോസ് ചെയ്യുന്നത് അതേ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഞാൻ എന്റെ PGയുടെ തീസിസിന് വേണ്ടി ഞാൻ പറഞ്ഞത് ഓൾറെഡി ഒരു മെക്കനൈസ്ഡ് ആയിട്ടുള്ള തേങ്ങ പൊതിക്കുന്ന മെഷീനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇതുവരെയുള്ള ലോകത്ത് കണ്ടുപിടിച്ച എല്ലാ തേങ്ങ പൊളിക്കുന്ന മെഷീനെ കുറിച്ച് സ്റ്റഡി നടത്തിയിരുന്നു. അപ്പൊ ആദ്യത്തെ തേങ്ങ പൊളിക്കുന്ന മെഷീൻ ഡെവലപ്പ് ചെയ്യുന്നത് 1911-ലാണ്. ഈ 11-ല് തേങ്ങ പൊതിക്കുന്ന മെഷീൻ ഡെവലപ്പ് ചെയ്തു. 95-ല് സാറ് പേറ്റന്റ് അപ്ലൈ ചെയ്യുന്നത് വരെ ഏകദേശം 12-ഓ 13-ഓളം മെഷീനുകൾ ലോകത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ ഏറ്റവും രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൊല്യൂഷൻസ് ഒന്നും ജനങ്ങൾ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് ഡോക്യുമെന്റ് ആയിട്ട് പല സ്ഥലങ്ങളിൽ പേറ്റന്റ് സൈറ്റുകളിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഇതുവരെയായിട്ടും ആരും അത് യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസമായിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാതെ ഭയങ്കര എളുപ്പമാണ്. നമ്മുടെ ചുറ്റുപാട് കുറേ പ്രോബ്ലംസ് കാണും. പക്ഷെ അതിന്റെ സൊല്യൂഷനിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾ റബ്ബർ ടാപ്പ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലെ? റബ്ബർ ടാപ്പ് ചെയ്ത് കണ്ടിട്ടില്ലേ? ഈ റബ്ബർ ടാപ്പ് ചെയ്തിട്ട് പാലെടുക്കുന്ന ഒരു പ്രോസസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? നമ്മൾ ബക്കറ്റിൽ പോകുന്നു, ബക്കറ്റിൽ പോയിട്ട് ഓരോ മരത്തിന്റെ ചൂട്ടി ചെന്നിട്ട് നമ്മൾ പാല് എടുക്കും. അങ്ങനെയല്ലേ ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ ഒരു ബക്കറ്റ് വെള്ളം നമ്മൾ ബക്കറ്റിൽ ക്യാരി ചെയ്തിട്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്തിട്ടുണ്ടോ? ഇല്ലേ? നിങ്ങൾ ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ ഞാൻ ചോദിച്ചത്. പോയിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പൊ ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ എസ്റ്റേറ്റുകളുള്ള സ്ഥലമാണ്. അപ്പൊ ഇവിടെയൊക്കെ ഒരു എസ്റ്റേറ്റില് അപ്പൊ അത് ഏറ്റവും അടുക്കുന്ന റബ്ബർ ഉണ്ടാവും. പക്ഷെ ഒരു റബ്ബർ പേപ്പറിന് 300 മുതൽ 400 മരം ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കുവാണ്. അപ്പൊ ആ ഒരു ചേട്ടൻ ഒരു ദിവസം റബ്ബർ ടാപ്പ് ചെയ്ത് പാലെടുക്കണമെങ്കിൽ ഏകദേശം 1.5 മണിക്കൂർ വേണം പാലെടുക്കാൻ. ഈ പാലെടുക്കുന്ന സമയം ഫുള്ള് ഈ ബക്കറ്റ് ക്യാരി ചെയ്തുകൊണ്ട് നടക്കണം. അപ്പൊ
അപ്പൊ ഞങ്ങൾ ചുമ്മാ ആലോചിച്ചു 1.5 മണിക്കൂർ ഈ ബക്കറ്റ് ക്യാരി ചെയ്ത് നടക്കുന്നതിന് ബുദ്ധിമുട്ടൊന്ന് ആലോചിച്ച് നോക്കാം. ഇറ്റ്സ് എ പ്രോബ്ലം. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് അറിയും, ഞങ്ങൾ ഈ ബക്കറ്റിനെ ഒരു ബാക്ക് പാക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്തതിന്റെ ഫോട്ടോ ആണ് ഞാൻ വീഡിയോ കാണിക്കാം. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെത്തേഡാണ്. ഈ മെത്തേഡിലൊന്നും സംഭവം എന്താണെന്ന് മനസ്സിലായോ? ആക്ച്വലി ഈ ഒരു കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ദാറ്റ് മീൻസ് കൊറോണയ്ക്ക് മുമ്പാണ്. അപ്പൊ അന്ന് ഈ ജിയോ സിം ഇതേപോലെ അൺലിമിറ്റഡ് ആയിട്ട് നെറ്റ് തരാത്ത സമയം 1 GB വെച്ച് 1 മന്ത് ഓടുന്ന സമയമാണ്. നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അന്ന് നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ട് വാട്സപ്പ് ഒക്കെ തുറന്നിട്ട് ഡാറ്റ ഓൺ ആക്കുന്നു, മെസ്സേജ് കാണുന്നു, അപ്പൊ ഡാറ്റ ഓഫ് ആക്കും. കാരണം അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ഒരിക്കലും നമുക്ക് 1 GB ചെയ്യാൻ പറ്റില്ല. ഇന്ന് നമുക്ക് ഒരു ദിവസത്തെ ഡെയിലി കൺസപ്ഷൻ ആണ് 1 GB എന്നുള്ളത്. അപ്പോൾ അന്നത്തെ സിറ്റുവേഷനകത്ത് ഞാൻ എൻ്റെ വീട് ഇവിടെ പർവ്വത്താണ് അടുത്താണ്. അപ്പോൾ ഞാനിവിടെ കാഞ്ഞിരപ്പള്ളിയിൽ ഹോസ്റ്റലാണ് താമസിക്കുന്നത്. വൈകുന്നേരം 5 മണിയുടെ ക്ലാസ് കഴിഞ്ഞിട്ട് വേറെ പ്രത്യേകിച്ച് ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാൽ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്നത്തെ പോലെ നമുക്ക് ഡാറ്റ ഫ്രീ അല്ലാത്തതുകൊണ്ട് വേറെ ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ IDCയുടെ ഒരു റൂം താഴത്ത് ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സിസ്റ്റം ഉണ്ട്, അൺലിമിറ്റഡ് ആയിട്ട് നെറ്റ് കിട്ടുന്ന സിസ്റ്റം അവിടെ അവൈലബിൾ ആണ്. ഞാൻ ഒന്നും ചെയ്തില്ല, ഹോസ്റ്റലിൽ പോയി ചായ കുടിച്ചിട്ട് വരും. എന്നിട്ട് ഈ റൂമിൽ വന്നിരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കും. യൂട്യൂബിൻ്റെ അകത്ത് ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് അപ്പോൾ ഞാനിങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആഴ്ചകൾ കഴിഞ്ഞു പോയി. ഒരു ദിവസം ഇങ്ങനെ ഞാനിങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് 5:30 കഴിഞ്ഞപ്പോൾ 2 സ്റ്റുഡൻസ് എൻ്റെ ആ റൂമിലേക്ക് IDCയുടെ റൂമിലേക്ക് കയറി വന്നു. സാധാരണ 5:30 കഴിഞ്ഞ് ആരും അങ്ങനെ ക്യാമ്പസിൽ അങ്ങനെ വരാറില്ല. അപ്പോൾ ഇവന്മാരി വന്നിരിക്കുന്ന യൂണിഫോമിലും അല്ല, ഒരു നിൽക്കുന്ന പെരിയനെ കെട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഏതാണെന്ന് ചോദിച്ചു. കാരണം ആരും അങ്ങനെ ആ സമയത്ത് കയറി വരാറില്ല, യൂണിഫോമിലും അല്ല. ഇത് ആരാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു നിങ്ങൾ ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ സാറേ ഞങ്ങളിങ്ങനെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ് എന്ന് പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞ് ഫസ്റ്റ് ഇയറിൽ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ആണ്, ട്രിപ്പിൾ ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് ആണ്. സാറിൻ്റെ അടുത്ത് ID പറയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എടാ ഞാൻ മെക്കാനിക്കൽ സാറാണ്, അധ്യാപകനാണ്. നിങ്ങൾ ട്രിപ്പിൾ ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് അറിയില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അവർ പറഞ്ഞു സാറേ ഞങ്ങളുടെ ഐഡിയ എന്ന് പറയുന്നത് സാറേ പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന തേങ്ങ പൊളിക്കുന്ന മെഷീൻ, ഇതാണ് ഇവരുടെ ഐഡിയ. അപ്പൊ എനിക്കിത് കേട്ടിട്ട് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി, ഈ പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന തേങ്ങ പൊളിക്കുന്ന മെഷീൻ, അതായിരുന്നു എന്റെ ക്യൂരിയോസിറ്റി. അപ്പൊ അവര് തുടർന്ന് പറഞ്ഞു സാറേ ഞങ്ങളിങ്ങനെ ഈ ഐഡിയ ഒക്കെ ആയിട്ട് ട്രിപ്പിളിൽ ഒരു സാറിനെ പോയി കണ്ടു. സാറ് പറഞ്ഞത് മെക്കാനിക്കൽ എവിടെയുള്ള സാറുണ്ട്, സാറിങ്ങനെ കഴിഞ്ഞ 2-3 കാലത്ത് തേങ്ങ പൊളിച്ചുകൊണ്ട് നടക്കുന്നതാണ്. സാറിന്റെ അടുത്ത് പോവുകയാണെങ്കിൽ അല്ല എന്റെ PGയുടെ ശക്തി ഇതിന്റെ ആയിരിക്കും. അപ്പൊ സാറിന്റെ അടുത്ത് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ഐഡിയാസ് കിട്ടും എന്ന് പറഞ്ഞാണ് ഇവിടെ എന്റെ അടുത്ത് വരുന്നത്. അപ്പൊ എന്റെ അടുത്ത് വന്നു. അപ്പൊ ഞാൻ ചോദിച്ചിട്ട് നിങ്ങളുടെ ഐഡിയ എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബാഗൊക്കെ തൂക്കിയാണ്, ചെറിയൊരു ബാഗൊക്കെ തൂക്കിയാണ് വന്നത്, 2 ബാഗൊക്കെ തൂക്കിയാണ് വന്നത്. ബാഗ് എടുത്തിട്ട് ആ ബാഗിന്റെ അകത്തുനിന്ന് ഒരു നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്മേറ്റ്സിന്റെ നീളം കൂടിയ നോട്ട്ബുക്ക്, പുത്തൻ ബുക്കാണ്, ഇതിനു വേണ്ടി മാത്രം വാങ്ങിച്ച് ഫസ്റ്റ് പേജിൽ വൃത്തിയായിട്ട് അതിന്റെ പടമൊക്കെ വെച്ചിട്ടാണ് ഇവർ എന്റെ അടുത്ത് വരുന്നത്. എന്ന് പറഞ്ഞാൽ അവർ കഴിഞ്ഞിട്ട് 3-4 മാസമായിട്ട് റിസർച്ച് നടത്തി കൊണ്ടുവന്ന ഐഡിയ ആണ് എന്റെ അടുത്ത് കൊണ്ടുവന്നത്. അപ്പൊ അവര് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പേജ് തുറന്ന് കാണിച്ചു. അപ്പോൾ ഇതിന്റെ ഒരു പടമുണ്ട്. പടം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യം. നിങ്ങൾ ഈ സിസർ കണ്ടിട്ടുണ്ടോ, കത്രിക കണ്ടിട്ടുണ്ടോ, ഈ നമ്മളെ ടൈലേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് നീളം കൂടിയ കത്രിക, ഇതാണ് ഇവരുടെ കൺസെപ്റ്റ്. അപ്പോൾ
ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൊളിക്കേണ്ട തേങ്ങ കയ്യിലെടുക്കുക, എന്നിട്ട് ഈ കത്രിക പോലുള്ള സാധനം തേങ്ങയിൽ കുത്തി ഇറക്കുക, എന്നിട്ട് മുകളിലത്തെ രണ്ട് കാല് പിടിച്ച് വലിക്കുന്ന സമയത്ത് താഴത്തെ ഒരു വെഡ്ജ് പോലെ സംഭവമുണ്ട്. ഈ വെഡ്ജ് തുറക്കുന്ന സമയത്ത് ഈ തേങ്ങയുടെ ചകിരിയുടെ ചെറിയൊരു പോർഷൻ പൊളിഞ്ഞു പോകും. അങ്ങനെ 5-6 പ്രാവശ്യം തേങ്ങയുടെ പല ഭാഗത്ത് കുത്തി പൊളിക്കുന്ന സമയത്ത് ഫുൾ തേങ്ങ പൊളിഞ്ഞു കിട്ടും. ഇതാണ് ഇവിടെ കൺസെപ്റ്റ്. ഇവിടെ ഇതിനെക്കുറിച്ച് നല്ല ആചാരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറ്റിസ്ഫൈഡ്, സിമ്പിൾ, പോർട്ടബിൾ, ഹാൻഡി, ലോ കോസ്റ്റ്. നമ്മൾ സ്ഥിരം പറയുന്ന ഈ ഇംഗ്ലീഷ് അല്ല അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് പറയുന്ന സമയത്ത് അടിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവന്മാരി കൊടുക്കുമ്പോൾ സെയിം ഐഡിയ ഇവർ ചിന്തിക്കുന്നതിനൊക്കെ ഒരു 70 കൊല്ലം മുമ്പ് വേറെ കുറച്ച് പേര് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ദ സെയിം ഐഡിയ വാസ് പേറ്റന്റഡ് ഇൻ 1947. 1947 അമേരിക്കയിൽ ഇതിന് പറഞ്ഞ സെയിം ഐഡിയ ഓൾറെഡി പേറ്റന്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. പക്ഷേ ഇത് കോപ്പി അടിച്ചുകൊണ്ട് വന്നൊന്നുമല്ല. ഇവർ ചിന്തിക്കുന്നതിനൊക്കെ 70 കൊല്ലം മുമ്പ് വേറെ കുറച്ച് പേര് ചിന്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഞാനൊന്നും ചെയ്തില്ല, ഞാൻ സിസ്റ്റത്തിന്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. അപ്പൊ എന്റെ പേജിക്ക് വേണ്ടി ഞാൻ ഓൾറെഡി ഡാറ്റ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് വന്നു, വിത്ത് ഡയഗ്രം വന്നു. ഈ ഡയഗ്രം കണ്ടതും ഇവന്മാർ അതുവരെ ഉണ്ടായിരുന്ന ഒരു എനർജി ഉണ്ടായിരുന്നു, ഒരു എൻതൂസിയാസം ആയിട്ട് ഈ ഒരു ഐഡിയക്ക് ഭയങ്കര ഇതായിട്ടാണ് വന്നത്. ഒറ്റ സെക്കൻഡില് ഇവന്മാർ ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്നും ഇല്ലാന്നില്ല അവസ്ഥ വന്നു. വലിയൊരു ബലൂണൊക്കെ ആയിട്ട് എന്റെ അടുത്ത് വന്നു. ഞാൻ ചെറിയൊരു മുട്ടസൂടി എടുത്ത് കുത്തി വെച്ച് കൊടുത്തു. പൊട്ടി നാശമായി പോയി. ഐഡിയ ഫ്ലോപ്പായി പോയെന്ന് അവന്മാർക്ക് മനസ്സിലായി. കുമാർ ഒന്നും മിണ്ടിയില്ല. കുമാർ എന്റെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോയി. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഏതോ ഒരു മലയാള സിനിമയുടെ ക്ലൈമാക്സിൽ ഇരിക്കുന്ന സമയത്താണ് കുമാർ കയറി വന്നത്. ഇവന്മാർ എങ്ങനെ ഇറക്കിവിടാമെന്നെങ്കിലും ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഐഡിയ കിട്ടിയത്. ഇത് പറഞ്ഞിട്ട് കുമാർ ഇറങ്ങിപ്പോയി. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ആ സിനിമ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ആഴ്ചകളോളം കഴിഞ്ഞു പോയി. 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേപോലെ ഞാൻ വൈകുന്നേരം സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 5-രയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു 100 മിനിറ്റ് വീണ്ടും എന്റെ മുമ്പിലേക്ക് കയറി വന്നു. ഞാൻ പറഞ്ഞു, എന്താണ്? ഇല്ല സാറേ, ഞങ്ങൾക്ക് വേറൊരു ഐഡിയ കിട്ടി, അത് സാറുമായിട്ട് സംസാരിക്കാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താണ് പുതിയ ഐഡിയ? ഇല്ല സാറേ, ഞാൻ ഇവനും ഹോസ്റ്റൽ റൂമിൽ ഒന്നിച്ചാണ് താമസിക്കുന്നത്. ഈ താമസിക്കുന്ന സമയത്ത് ഞങ്ങൾ ചുമ്മാതെ പില്ല വെച്ച് അടി ഉണ്ടാക്കും, തലവണ വെച്ച് ചുമ്മാതെ അടി ഉണ്ടാക്കും. അടി ഉണ്ടാകുന്ന സമയത്ത് സാറേ ഒരു പ്രാവശ്യം ഈ അടി ഉണ്ടാക്കിയിട്ട് നമ്മൾ ബ്ലാങ്കറ്റ് പുതപ്പ് വെച്ച് ഇങ്ങനെ ചുമ്മാ കെട്ടുന്ന സമയത്ത് സാർ ഒരു പ്രാവശ്യം കെട്ടിയപ്പോൾ ഇവന്റെ കഴുത്തിൽ ചുറ്റി കഴുത്ത് അരക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ ഇതിൻ്റെ അത് എന്ത് ഐഡിയ ആണ് ഉള്ളത്? ഞാൻ പറഞ്ഞു, ആ പറഞ്ഞു സാറേ, ഇതല്ല സാർ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ, ഞാൻ എന്റെ വീട് ചങ്ങനാശ്ശേരി, അവൻ പറയുകയാണ് എന്റെ വീട് ചങ്ങനാശ്ശേരിയിലാണ്. ഞാൻ വീക്കെൻഡ്സിൽ വീട്ടിൽ പോകും. അപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ നമുക്ക് 1 ബസ് കിട്ടും ചങ്ങനാശ്ശേരിക്ക്. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി ഇരുന്നാൽ പിന്നെ ഒരു 1.5 മണിക്കൂർ ട്രാവലാണ്. ഈ 1.5 മണിക്കൂർ ഞാൻ മിക്കവാറും ബസ്സിലിരുന്ന് പാട്ട് കേട്ട് കിടന്ന് ഉറങ്ങാറുണ്ട്. ഈ പാട്ട് കേട്ട് ഉറങ്ങുന്ന സമയത്ത് സാറേ, എന്റെ ഉറക്കം പോകാനുള്ള ഒരു റീസണുള്ളൂ. നമ്മൾ ബസ്സിലിരുന്ന് പാട്ട് കേട്ട് ഉറങ്ങുമല്ലോ, ഉറങ്ങി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഞെട്ടി എഴുന്നേക്കുന്നത് അല്ലെ? അപ്പൊ സാറേ, നമുക്ക് കഴുത്തിൽ ഒരു കുഷ്യൻ പോലൊരു സാധനം വെച്ച് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ബസ്സിൽ കിടന്ന് ഉറങ്ങാൻ പാടില്ല എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എന്റെ വീട് ഇവിടെയാണ്. എനിക്ക് കോളേജിൽ ഏകദേശം 2 മണിക്കൂർ ട്രാവൽ ഉണ്ട്. കോളേജിന്റെ ഫ്രണ്ടിൽ നിന്ന് ബസ് കിട്ടും, ട്രാവൽ ഉണ്ട്. ഞാനും ബസ്സിൽ കിടന്ന് ഉറങ്ങാറുണ്ട്. എന്റെ ഉറക്കം പോകാനുള്ള റീസൺ ഈ സെയിം റീസണാണ്. അപ്പൊ ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഐഡിയ ആണല്ലോ എന്ന് എനിക്ക് തോന്നി. ഞാൻ അങ്ങനെ സംഭവത്തെ കുറിച്ച് ആരും ഇതുകൊണ്ട് കേട്ടിട്ടില്ല ആ സമയത്ത്. അപ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം വന്ന ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വമാതാവിന്റെ കൊച്ചിക്കാരിക്ക് വെക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ സാധനം വെക്കാം എന്നുള്ളതായിരുന്നു എന്റെ മനസ്സിലേക്ക് വന്ന ആദ്യത്തെ ഐഡിയ. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ചിന്തിച്ചു, അങ്ങനെ ഒരു സാധനം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ഫ്ലോപ്പായി പോകാൻ ചാൻസ് ഉണ്ട്. കാരണം കടലിൽ നിന്നുള്ള പേര് വീഴാൻ ചാൻസ് ഉണ്ട്. അത് വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും നല്ല ഐഡിയാസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചുമ്മാതെ ഗൂഗിൾ ഓപ്പൺ ആക്കിയിട്ട് ടെക്നസ്റ്റർ എന്ന് അടിച്ചു നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അങ്ങനെ ഒരു സംഭവം ഓൾറെഡി അവൈലബിൾ ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നെക്രസ്റ്റ് എന്ന് പറഞ്ഞ സാധനം. അന്ന് അത് അത്രയും പോപ്പുലറൊന്നുമല്ല. ഇന്ന് ഭയങ്കര യൂസ്ഫുള്ളാണ്. മിക്കവാറും ലോ ട്രാവൽ ഉണ്ടായാലും നോർമലി എല്ലാം തന്നെ ഈ നെക്രസ്റ്റ് വെച്ച് യൂസ് ചെയ്യാറുണ്ട്. വീണ്ടും യുവമാരുടെ മുഖത്തേക്ക് നോക്കി രണ്ടാമത് കൊണ്ടുവന്ന ഐഡിയ ഫ്ലോപ്പായി പോയെന്നുള്ളത് മനസ്സിലായി. അങ്ങനെ അവര് എന്റെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ പഴയതുപോലെ തന്നെ സിനിമ കാണാൻ വേണ്ടി തുടങ്ങി. വീണ്ടും ആഴ്ചകൾ ഇങ്ങനെ കഴിഞ്ഞു പോയി. 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേപോലെ വൈകുന്നേരം എന്റെ റൂമിലേക്ക് കയറി വന്നു. ഞാൻ പറഞ്ഞു, ഈ പ്രാവശ്യം എന്താണ്? ഇല്ല സാറേ, ഞങ്ങളെ വേറൊരു ഐഡിയ, ഞാൻ സാറുമായിട്ട് സംസാരിക്കാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താണ് അടുത്ത ഐഡിയ? ഇല്ല സാറേ, ഞങ്ങളിങ്ങനെ അവിടെ ഹോസ്റ്റലിലാണ് താമസിക്കുന്നവർ. ഹോസ്റ്റലിൽ മെസ്സിൽ നിന്നുള്ള ഫുഡ് കഴിക്കുന്നത്. അപ്പൊ സാറേ, ഈ മെസ്സിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് നമുക്ക് സ്വന്തമായിട്ടൊരു പ്ലേറ്റ് ഉണ്ടാവും. പ്ലേറ്റുമായിട്ട് നമ്മൾ മെസ്സിൽ ചെല്ലുന്നു. അപ്പൊ അവിടെ ഒരു സോപ്പ് സൊല്യൂഷൻ സ്ക്രബറും ഉണ്ടാവും. അത് വെച്ച് നമ്മൾ പ്ലേറ്റ് വാഷ് ചെയ്യും. ഈ പ്ലേറ്റ് വാഷ് ചെയ്തിട്ട് നമ്മൾ ഭക്ഷണം വാങ്ങും. തിരിച്ചു വന്നിട്ട് നമ്മൾ ഈ പ്ലേറ്റ് വാഷ് ചെയ്തിട്ട് റൂമിൽ കൊണ്ടുവരും. ഞാൻ പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്താ ഐഡിയ ഉള്ളത്? സാർ, ഇതല്ല സാറേ ഐഡിയ. ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ, എനിക്ക് ഈ പാത്രം കഴുകുന്ന സമയത്ത് എന്റെ കയ്യിൽ സോപ്പുള്ള പറ്റുന്ന ഉപയുക്തമല്ല സാറേ, നമുക്ക് എന്ത് സ്ക്രബർ ഡിസൈൻ ചെയ്താലും വരും. ഞാൻ പറഞ്ഞാൽ എന്ത് സ്ക്രബർ നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? നിങ്ങൾ ഇപ്പോഴുള്ള സ്ക്രബർ കണ്ടിട്ടുണ്ടോ? ഒരു സ്പോഞ്ചിന്റെ സാധനം ഇല്ല, കണ്ടിട്ടില്ലേ? സാറേ, ആ സെയിം സ്ക്രബർ എടുക്കാം നമുക്ക്. എന്നിട്ട് ആ സ്ക്രബറിന്റെ മുകളിൽ നമുക്ക് ചെറിയൊരു ഡിപ്പ് വയ്ക്കാം, കണ്ടെയ്നർ വയ്ക്കാം. എന്നിട്ട് ഈ മുകളിലത്തെ കണ്ടെയ്നറും താഴത്തെ സ്പോഞ്ചുമായിട്ട് ചെറിയൊരു കണക്ഷൻ ഉണ്ട്. നമുക്ക് എപ്പോഴൊക്കെയാണോ ഈ താഴത്തെ സ്പോഞ്ചിലേക്ക് സൊല്യൂഷൻ വേണ്ടത്, നമ്മൾ മുകളിൽ ചെറിയൊരു പ്രസ് കൊടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത്ര 3-4 തുള്ളി കൃത്യമായിട്ട് സിംഗിൾ പ്രസ്സിൽ പോകുന്ന രീതിയിൽ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്താലും
ഇത് പറഞ്ഞതും എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് എന്റെ വീട്ടിൽ അമ്മ എങ്ങനെയാണ് പാത്രം കഴുകുന്നത് എന്നുള്ളതാണ് എന്റെ മനസ്സിലേക്ക് വന്ന ആദ്യത്തെ ചിന്ത. ഞാൻ എന്താ ചെയ്തെന്ന് അറിയുന്നത്, ഞാൻ പെട്ടെന്ന് ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ എന്റെ വീട്ടിൽ അമ്മ വിന്നിന്റെ സോപ്പിന്റെ അകത്ത് ഇത് ഈ സ്ക്രബർ വെച്ചാണ് പാത്രം കഴുകുന്നത്. അങ്ങനെ സംഭവം എന്റെ വീട്ടിലില്ല. ഞാൻ എന്റെ ആന്റിമാരുടെ വീട്ടിൽ ഇങ്ങനെ സാധനം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ആലോചിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ആന്റിമാരുടെ വീട്ടിലും ഇതേപോലെ ഒരു പ്രൊഡക്റ്റ് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊരു അടിപൊളി ബമ്പൻ ഐഡിയ ആണ് എന്നുള്ളത് മനസ്സിലായി. ഞങ്ങൾ വീണ്ടും ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഏകദേശം 2 മണിക്കൂറോളം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഐഡിയ ഒക്കെ ഏകദേശം കൺഫേം ആയി. ഞങ്ങൾ ഭയങ്കര ത്രില്ഡായി. ഞങ്ങൾ അതിനകത്ത് ഒരു സ്റ്റുഡന്റ് നന്നായി വരയ്ക്കുന്നതായിരുന്നു. അത് നല്ല സൂപ്പറായിട്ട് അതിന്റെ ഡിസൈനൊക്കെ വരച്ചു. അപ്പൊ മുകളിലത്തെ കണ്ടെയ്നറുടെ ഹാൻഡിലിന്റെ ഷേപ്പിലൊക്കെ ഡിസൈൻ ചെയ്തു. അപ്പൊ മാക്സിമം ബോർഡ് സ്വിച്ച് ഒക്കെ വെച്ചു. അപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്ത് നിൽക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് പ്രഷർ വെച്ച് ഇത് സ്പ്രേ ചെയ്യും. അപ്പൊ എനിക്ക് അടിപൊളി ഐഡിയ എന്നുള്ളത് മനസ്സിലായി. ഇത് അടുത്ത ലെവലിലേക്ക് എങ്ങനെയെങ്കിലും പോകണം, എങ്ങനെ പോകും എന്നറിയാൻ വേണ്ടി ഞങ്ങൾ കുറച്ചും കൂടി കടത്തി ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 3 പേരും ഭയങ്കര വലിയൊരു പ്രോബ്ലം സൊല്യൂഷൻ കിട്ടിയതിന്റെ ത്രില്ലായിട്ട് ഇരിക്കുകയാണ്. ഞങ്ങളത് കുറച്ചും കൂടി കടത്തി ചിന്തിച്ചു. ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അന്ന് കേരളത്തിൽ മാത്രം 60 ലക്ഷം വീടുകളുണ്ട്. മിനിമം 30 ലക്ഷം വീട്ടിലെങ്കിലും ഞങ്ങളുടെ ഈ പ്രൊഡക്റ്റ് സെയിലാവും. കാരണം എല്ലാ വീട്ടിലും പാത്രം കഴുകുന്നതാണല്ലോ. ഞങ്ങളിങ്ങനെ ചുമ്മാ കാൽക്കുലേറ്റ് ചെയ്തു. ഒരു പ്രൊഡക്റ്റിന് 10 രൂപ ലാഭം കിട്ടി. അപ്പൊ 30 ലക്ഷം ഇൻറ്റു 10 3 കോടി രൂപ. അപ്പൊ ഞങ്ങൾ 3 പേരുണ്ട്. ഞങ്ങൾ 3 പേര് ഡിവൈഡ് ചെയ്തെടുത്താൽ പോലും ഒരാൾക്ക് 1 കോടി രൂപ ലാഭം കിട്ടി. അപ്പൊ എനിക്ക് മനസ്സിലായി ഞങ്ങൾ ഭയങ്കര ത്രില്ഡായി. അടുത്ത ലെവലിലേക്ക് എങ്ങനെയെങ്കിലും പോകണം എന്ന് പറയാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും ഗൂഗിൾ ഓപ്പൺ ആക്കി സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ആ ഐഡിയ ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നുള്ള കാര്യം മനസ്സിലായത്. അങ്ങനെ ഈ പ്രാവശ്യം അവരെയൊക്കെ കൂടുതൽ സങ്കടമായത് എനിക്കായിരുന്നു. കാരണം ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരനായ ആളാണ് ഞാൻ. നിമിഷ നേരം കൊണ്ട് താഴെ പോയി. ഭയങ്കര സങ്കടം വന്നു. ഞാൻ അവരെ സമാധാനിപ്പിച്ച് ഹോസ്റ്റലിലേക്ക് പറഞ്ഞു. അങ്ങനെ 4ാമത് അവരെന്റെ അടുത്ത് വന്നു. വീണ്ടും 4ാമത് വന്നപ്പോൾ വന്ന ഐഡിയ ആണ് നിങ്ങൾ ഇപ്പൊ കണ്ട സാധനം. ഐഡിയ മാത്രം പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾ കണ്ടത്. ഇവര് വന്നപ്പോൾ തന്നെ ഞാൻ എന്താ ചെയ്തെന്നറിയോ, ഗൂഗിൾ ഓപ്പൺ ആക്കിയിട്ട് സെർച്ച് ചെയ്ത് നോക്കി. ഇങ്ങനൊരു ഐഡിയ ഓൾറെഡി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഗൂഗിൾ സിമ്പിൾ ഓപ്പൺ ആക്കിയിട്ട് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനൊരു ഐഡിയ ഇല്ല എന്നുള്ളത് മനസ്സിലായി. പിന്നെ നമുക്ക് പേറ്റന്റ് സെർച്ച് ചെയ്യാൻ പറ്റും. ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനൊരു പ്രൊഡക്റ്റ് പേറ്റന്റ് ചെയ്തിട്ടുണ്ടോ? കാരണം എല്ലാ സാധനവും നമുക്ക് ഗൂഗിളിൽ കിട്ടില്ല. പേറ്റന്റ് സെർച്ച് ചെയ്ത് നോക്കി. പേറ്റന്റ് സെർച്ച് ചെയ്തപ്പോഴും നമുക്ക് മനസ്സിലായി ഈ ഒരു പ്രൊഡക്റ്റ് പേറ്റന്റ് ആരും ചെയ്തിട്ടില്ല എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ഇത് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ നമുക്ക് ഐഡിയ മാത്രമേ ഉള്ളൂ. അതിന് സൊല്യൂഷൻ ഇല്ല, ഐഡിയ മാത്രമേ ഉള്ളൂ, പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ എപ്പോഴും എന്റെ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട് എങ്കിൽ ആ ഐഡിയ നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെങ്കിൽ യു നീഡ് എ വെരി ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡിയനെ വേറൊരാളായിട്ട് സൂപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലാണ് അത് നെക്സ്റ്റ് ലെവലിലേക്ക് എലിവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ പ്ലസ് 2 കഴിഞ്ഞ് വന്ന സ്റ്റുഡൻസ്